ഞങ്ങൾ 400 സീറ്റായിട്ട് അധികാരത്തിൽ വന്നാൽ പിന്നെ എന്ത് സർക്കുലർ അതൊക്കെ തിരുത്താനുള്ള ജനവിധി ഞങ്ങൾക്ക് കിട്ടും ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ. ആ പേടിയും അതായത് ആർട്ടിക്കിൾ 3 പ്രകാരം സ്റ്റേറ്റുകളുടെ നാമകരണത്തിന്റെ കാര്യത്തിലും ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു സംസ്ഥാനത്ത് തന്നെയുള്ള സ്ഥലങ്ങളുടെ നാമകരണത്തിലൊക്കെ താങ്കൾ ഭരണഘടന വരെ മാറ്റി എഴുതാമെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്, അത് അവിടെ ഇരിക്കട്ടെ. പക്ഷേ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമം അനുസരിച്ച് ഒരു സ്ഥലത്തിന്റെ കസ്റ്റോഡിയനായിട്ടുള്ള സ്റ്റേറ്റിന്റെ അറിവും അംഗീകാരവും ആവശ്യവുമില്ലാതെ നിങ്ങൾക്കൊരു നഗരത്തിന്റെ പേര് മാറ്റാൻ ഇപ്പോൾ കഴിയില്ല. അതെങ്ങനെ കഴിയുമെന്നാണ് നിങ്ങൾ പറയുന്നത്? ആ നിയമങ്ങൾ മാറ്റാൻ 400 സീറ്റായിട്ട് വരുമല്ലോ. ഞങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ 400 സീറ്റായി വരുന്നതാണ് ഈ രാജ്യത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊക്കെ പറയുന്നത്. നിങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ ഒരു അജണ്ട പ്രഖ്യാപിക്കുക, സ്ഥാനാർത്ഥിയായിരിക്കുമ്പോൾ ഒരു അജണ്ട പ്രഖ്യാപിക്കുക, ആ അജണ്ട നടപ്പാക്കാൻ വേണ്ടി അല്ലെങ്കിൽ സംഘപരിവാർ ഒരു അജണ്ട നേരത്തെ കാലത്തെ പറഞ്ഞിരുന്നു, താങ്കൾ പറഞ്ഞു. ആ അജണ്ട എന്താണോ അതിനു വേണ്ടി വന്നാൽ അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഏത് നിയമമാണോ അതിന് തടസ്സമായി നിൽക്കുന്നത് അത് ഞങ്ങൾ മറികടക്കുക. 370 ചെയ്തതുപോലെ ചെയ്യും.